അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന നാറ്റക്കോയയെ നൂറെ ഹബീബി തങ്ങളെ AP സമസ്തക്കാരൊക്കെ അതിശക്തമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആത്മീയ തട്ടിപ്പ് നടത്തുകയാണ് എന്നും അദ്ദേഹം വ്യാജനാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ആറ്റക്കോയയെയും കാന്തപുരത്തെയും അടക്കമുള്ള ആത്മീയ ചൂഷണം നടത്തുന്ന എല്ലാവരെയും സെലഫികളും എതിർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, കാന്തപുരത്തെ എതിർക്കുന്ന സമയത്ത് നമുക്ക് അസൂയയാണ് എന്നാണ് AP സമസ്തക്കാർ സാധാരണ പറയാറ്. EK സമസ്തക്കാരോടക്കം അവർ ആ രീതിയിൽ തന്നെയാണ് പറയാറ്. അപ്പോൾ എന്താണ് ഈ അസൂയ എന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹം ഒരുപാട് യത്തീം മക്കളെ പോറ്റുന്നുണ്ട്, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ആർക്കും തന്നെ എതിരഭിപ്രായമില്ലാത്ത നല്ല കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് അവർ അവരുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ന്യായീകരിക്കാറുള്ളത്. അദ്ദേഹം നിസ്വാർത്ഥനാണ്, എളിമയുള്ള മനുഷ്യനാണ്, അങ്ങനെ തുടങ്ങി പല വാദങ്ങളും അവർ ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, കാന്തപുരത്തെ പറയുന്ന ഇതേ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നൂറെ ഹബീബി നാറ്റക്കോയ തങ്ങൾ, അദ്ദേഹം ഈ പറയുന്ന സ്വാലിഹായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഒരു നിസ്വാർത്ഥനായി നിഷ്കളങ്കനായി സാധാരണക്കാരെ പോലെ ജീവിക്കുന്നുണ്ട് എങ്കിൽ, അദ്ദേഹം ചെയ്യുന്ന ആത്മീയ ചൂഷണം ശരിയാണെന്ന് വരുമോ? ആറ്റക്കോയ നിഷ്കളങ്കനാണ്, ഒരു സാധുവാണ്. ഞാൻ നിങ്ങളെ പോലത്തെ ഒരാളാണ്, അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല. ടയർ പത്തിരിച്ചു വേണ്ട, എനിക്ക് മധുരമുള്ള ഒന്നും വേണ്ട. ഇതല്ലേ ടയറ്? ഇത് മധുരമുള്ളതല്ലേ? ഇങ്ങനെ മതി, ഇങ്ങനെ മതി. അദ്ദേഹത്തിന്റെ മജ്‌ലിസിലെ ഭക്തന്മാരായ ആളുകളുടെ വീടിൽ സന്ദർശനം നടത്തിയ സമയത്ത് അദ്ദേഹത്തിന് നൽകിയ സൽക്കാരമാണ്. ആ സൽക്കാര സമയത്ത് അദ്ദേഹത്തിന് ആ പായിൽ മുസല്ല പിരിച്ചിരുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹം അതെടുത്ത് മാറ്റിവെച്ച് പറയുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്ത്, എനിക്ക് ഷുഗറുള്ള സാധനമൊന്നും വേണ്ട, പല ആളുകളുടെയും പല പ്രയാസങ്ങളും മാറാരോഗങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീക്കിക്കൊടുക്കുന്ന വലിയ മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്ന മഹാനവറുകളാണ്. സാധു മനുഷ്യനാണ്, നല്ല നിഷ്കളങ്കനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഷുഗർ ഉള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പിന്നെ അദ്ദേഹം നമ്മൾ ഈ കണ്ട വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെപ്പോലത്തെ സാധാരണക്കാരനാണ്, എനിക്ക് പ്രത്യേകതയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ മജ്‌ലിസിലേക്കൊന്ന് പോകാം. അവിടെ അദ്ദേഹത്തിന്റെ ഇരുവശത്തായി ഇരിക്കുന്ന ആളുകൾ, ഒന്ന് മറ്റൊരു തങ്ങളാണ്, മറ്റേത് ഏതാണ് എന്നറിയില്ല. അദ്ദേഹം ആളുകളെ സ്വാലിഹായ രീതിയിൽ ചൂഷണം ചെയ്ത് സമ്പാദിക്കുമ്പോൾ അതിൽ നിന്ന് ശമ്പളം പറ്റി ജീവിക്കുന്ന രണ്ടാളുകളാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളും അദ്ദേഹത്തിന്റെ ഇരുവശങ്ങളിലുമായിരിക്കുന്ന കൂലിക്കാരും ഇരിക്കുന്ന കസേര ഒന്ന് പരിശോധിച്ചു നോക്കിയേ, ഒരു വ്യത്യാസവും കാണുന്നില്ല അല്ലെ? അദ്ദേഹം നിഷ്കളങ്കനാണ്, സാധുവാണ്. അദ്ദേഹം നമ്മളെയൊക്കെ പോലെ സാധാരണക്കാരനാണ്, സിമ്പിളാണ്. കൃത്യമായി അദ്ദേഹം എല്ലാം ഒപ്പിയെടുത്ത് പുറത്തേക്ക് പോകുന്നില്ല. ഇത് അറിയാതെ പുറത്തു. അദ്ദേഹം ഒരുപക്ഷെ ഇതൊന്നും ശ്രദ്ധിച്ചു കാണില്ല. ഒരുപക്ഷെ ആരെങ്കിലും ഈ വീഡിയോ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആ 2 കസേരയും മാറ്റി അദ്ദേഹം ഇരിക്കുന്നത് പോലെയുള്ള 2 കസേരകൾ വെക്കുമായിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാരണം പറയായിരിക്കും, അങ്ങനെ 2 കസേര ഇട്ട് കഴിഞ്ഞാൽ ആ സ്പേസിൽ അത് ഒതുങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ കസേര സാധാരണ കസേരയാക്കിയത്. അതുകൊണ്ട് എന്റെ കസേര മാറ്റി ഞാനും അതുപോലെയുള്ള ഒരു കസേര ഇടാം, എന്നാൽ എല്ലാവരും ഒരുപോലെ ആകുമല്ലോ എന്ന് ഒരുപക്ഷെ അദ്ദേഹം പറയുമായിരിക്കും. ആ രീതിയിൽ പ്രവർത്തിക്കുമായിരിക്കും. അദ്ദേഹം സാധുവാണ്, പാവമാണ്, സ്വാലിഹായ നിലയിൽ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു മഹാനവറുകളാണ്. കൂടെ അദ്ദേഹത്തെ പറ്റി ജീവിക്കുന്ന കുറച്ച് ആളുകളുമുണ്ട്. എന്നാൽ ഇത് പറയാനല്ല ഞാൻ വന്നത്. നമ്മുടെ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് എന്ന് പറയുന്ന മഹാനവറുകൾ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കുറിച്ച് സമസ്തക്കാർ പറയാറുള്ളത് യത്തീം മക്കളുടെ വാപ്പയാണ് എന്നാണ്. അതിന് കാരണമായി പറയുന്നത്, അദ്ദേഹം ഒരുപാട് യത്തീം മക്കളെ പോറ്റുന്നുണ്ട്. പല നാടുകളിൽ നിന്നും യത്തീം മക്കളെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവരെ നല്ല നിലയിൽ വളർത്തുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പല ദിക്കുകളിൽ നിന്നായി വലിയ രീതിയിൽ തന്നെ സഹായം നൽകിക്കൊണ്ടേയിരിക്കുന്നു. അത് എല്ലാവർക്കും അറിയാം. അതിന് നല്ലൊരു പബ്ലിസിറ്റി എന്നോണം അദ്ദേഹത്തിന് ഒരു പേര് കൂടി ഇട്ടുകൊടുത്തു. അദ്ദേഹം യത്തീം മക്കളുടെ വാപ്പയാണ്. കാന്തപുരത്തെ പോലെ ഈ സ്വാലിഹായ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ നാറ്റക്കോയ തങ്ങൾക്ക്, നൂറെ ഹബീബി തങ്ങൾക്ക് അതേപോലെ ഒരു പേരിട്ട് കൊടുത്തൂടെ? കാരണം അദ്ദേഹവും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെ യത്തീം മക്കളെ സഹായിക്കുവാനാണ് അദ്ദേഹം സംഭാവന ചോദിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കുന്നുമുണ്ട്. അതിന്റെ വീഡിയോ അദ്ദേഹം തന്നെ പ്രദർശിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്,
കാന്തപുരത്തിനോടൊപ്പം ഇദ്ദേഹത്തെയും യത്തീമക്കളെ ബാപ്പ എന്ന പരിഗണനയിൽ ഉൾപ്പെടുത്തണമെന്ന്. കാരണം അദ്ദേഹവും ഇതേ പണി തന്നെയാണല്ലോ ചെയ്യുന്നത്. ഒരുപക്ഷെ കാന്തപുരത്തിന് അനുയായികൾ ഇങ്ങനെ പറഞ്ഞേക്കാം, കാന്തപുരം ഉസ്താദ് ഏത് ലെവലിലാണുള്ളത്, ഇദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തിന്റെ 7 അയലത്തെത്താൻ പറ്റുമോ എന്ന്. സഹോദര, കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് യത്തീമക്കളെ കാണിച്ചും മതസ്ഥാപനങ്ങളെ നടത്തിയും അങ്ങനെ കുറെ കാലങ്ങളായല്ലോ അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ പറ്റിക്കുന്നത്. എന്നതുപോലെ ഇദ്ദേഹം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഒരുപക്ഷെ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ കാന്തപുരം ഉസ്താദിനേക്കാളും മുകളിലോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലെവലിലോ അതല്ലെങ്കിൽ ഏതാണ്ട് അടുത്തോ ഇദ്ദേഹം എത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ പോക്ക് ഇതുപോലെ തന്നെ തുടരുകയാണ് എങ്കിൽ അതുകൊണ്ട് ഇദ്ദേഹത്തെയും പരിഗണിക്കണം യത്തീമക്കളുടെ ബാപ്പയായി. ആ സർട്ടിഫിക്കറ്റ് ഇദ്ദേഹത്തിന് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. ബാക്കിയുള്ള മതസംഘടനയൊക്കെ പാവപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അതിന് തന്തപരിവേഷം നൽകാറില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരെ നമുക്ക് പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെയും ഒന്ന് പരിഗണിക്കണം.